മൈ ഗൈസ്, നമ്മൾ ഇന്ന് ഫാമിലി സെറ്റപ്പിൽ മൂന്നാർ പോയി അറിഞ്ഞപ്പോ തന്നെ ഐശ്വര്യമായിട്ട് കാക്കണപ്പി വണ്ടിയിലെ എല്ലാ മനുഷ്യന്മാരും കടന്നുറങ്ങും. ഇന്ത്യമ്മ മാത്രം അമ്പർത്തങ്ങളെ വിളിച്ചാണ്ട് കുത്തിരിക്കും. വണ്ടി കയറി പേടിച്ചാണ്ട് സാസും കൂടി നേരെ വിടും. ഈ വീടിന് ചായ കുടിച്ചാണ്ട് നമ്മൾ യാത്ര എനർജിക്ക് വേണ്ടിട്ട് ഒരാൾ നീരും. ഈ സാധനത്തിന് നിങ്ങളോട് പറയുന്ന പേര് കമന്റ് പോണായിക്ക് ഒരു പൊന്തക്കാട്ടിൽ എത്തിയിട്ട് നമ്മൾ മൂത്രം പാത്രം രാജാപാറയിലെ റിസോർട്ട് കണ്ട് നമ്മൾ കൊടുങ്കാട്ടിന്റെ നടുവിലാണ് നമ്മളെ റിസോർട്ട്. വണ്ടി കയറാത്തോണ്ട് നമ്മൾ ഇറക്കി. ആ പിന്നിൽ മാസിൽ വരുന്നതാണ് സൂപ്പർ വാന്റെ സൂപ്പർ തന്ത. ഈ കാണുന്ന 1917 ഉണ്ടാക്കിയ ബ്രിട്ടീഷ് ഹെറിറ്റേജ് റിസോർട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. റൂമൊക്കെ പക്ക ഒരു ഹെറിറ്റേജ് വൈബ്. നമ്മൾ മൊത്തം 4 റൂം എടുത്തു. ഇതാണ് ഞാൻ ഒറ്റ കിടക്കുന്ന റൂം. നല്ല സസ്പെൻഷനിലെ ബെഡ്. പക്ഷെ നമുക്കറിയില്ലല്ലോ, നമ്മൾ സിംഗിൾ അല്ലേ. പുറത്ത് കറങ്ങി നോക്കുമ്പോ അളിയന്റെ പെങ്ങളി കുന്തളി, അളിയൻ വയറുള്ളിൽ പിടിച്ചാണ്ട് സാസപ്പോ. ഇത് പിന്നെ മൂത്തച്ഛന്റെ പെങ്ങളി കുന്തളി. ഈ ചെറുക്കഥ മാന്ത എവിടെ സ്ഥലമായിട്ട് തോന്നുന്നു അവിടെ മാന്തി. ചെന്നപ്പോ തന്നെ നമുക്ക് ചായ റെസ്ക്കുന്നത് നാട്ടുകാരെ കുറ്റമാറിനും കണ്ട് ഒത്തിരിക്കാണ്. രണ്ട് സ്ഥലത്തിലല്ലേ പടച്ചോമ്പാകത്ത് ചെല്ലുമ്പോൾ അതേലുണ്ടോ. റിസോർട്ടിൽ തന്നെ ഓറഞ്ച് മരൊക്കെ. ഇതിന്റെ ഏട്ടന്റെ 3ാമത്തെ പ്രൊജക്ട് വിജയിക്കല്ലേന്ന് ഒന്നും പറയാനായിട്ടില്ല. ഞാൻ കുറച്ച് ആയിക്കോട്ടെ റൊമാന്റിക് ആയി. ഇന്ത്യമ്മ കോട്ടിന്റെ ഉള്ളിൽ കയറി എവിടേക്ക് ഒരു സൈന്യതാത്താന്റെ കട്ടുണ്ട്. ഇത് വേശിയെടുത്തി നമ്മളെ സ്വന്തം. നമ്മളൊരു വ്യൂ പോയിന്റ് കാണാൻ പോകണം. ഇവിടുത്തെ ഫീൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ ആലാക്കിന്റെ ഫീൽ. പൊളിഞ്ഞെടുക്കുന്ന കുറെ ബ്രിട്ടീഷ് ബംഗ്ലാവുകൾ. വേറെ തന്നെ ഒരു മൂഡ്. ആനകളൊക്കെ ഫോൺ വയ്ക്കാതെ ഉണങ്ങിയ ആനന്റെ ഈ ഫോൺ കാണാനാണ് വ്യൂ പോയിന്റ്. കോടകാരൻ ഒരു കിണ്ടി കാണാൻ. നമ്മൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വെക്കാസ്റ്റേ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ്. ഇവർ കൂട്ടി മൂന്നാർ കൊടൈക്കനാൽ വയനാട് എല്ലാ സ്ഥലത്തും റിസോർട്ടുകൾ. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ. ഈ കാണാനാണ് മാജിക് ലൈറ്റ്. ഈ ലൈറ്റ് ഇട്ടിട്ട് ആരും നോക്കിയാലും നമുക്ക് കാണുന്നോലൊക്കെ വെള്ളാട്ട പോക്കറിന്റെ പോലെയൊക്കെ. എനിക്ക് വെച്ചപ്പോ ഞാൻ രാവിലത്തെ ചോറും കൂട്ടാൻ തിന്നു. ചപ്പാത്തി ചിക്കൻ കറി ആവണുള്ളൂ. ഇതാണ് മക്കളെ ഇവിടുത്തെ രാത്രിത്തെ മൂഡ്. കുട്ടികൾക്ക് പനി പിടിച്ചോളൂ പറഞ്ഞിട്ട് ആരും പുറത്ത് ഇറങ്ങില്ല. നമ്മൾ പിന്നെ ഒറ്റക്കായാലും നമുക്ക് വൈബാണല്ലോ. കജ്ജുകാലം പിടിച്ചാണ്ട് ഒരു ക്യാമ്പ് ഫയർ ടോല പുറത്ത് കറപ്പിച്ചു. നമ്മൾ ഒറ്റക്ക് തുള്ളാന്നല്ല ഓൽക്കൊരു കുലുക്കോല്ല. എന്തായാലും 2 പാട്ടും പാടി കുലുങ്ങി നമ്മൾ അവിടെ തുടങ്ങി. ബാക്കി നാളെ